السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. صدق الله العلي العظيم. يا أيها الناس أفشوا السلام وأطعموا الطعام وصلوا بالليل والناس نيام تدخلوا الجنة بسلام. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരെ, ഇവിടെ സന്നിഹിതരായ കാരണവന്മാരെ, ഉമ്മമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പരിശുദ്ധമായ റമളാനു ഷരീഫിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, വിശുദ്ധമായ റമളാനു ഷരീഫിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വേളയിലാണ് നമ്മളുള്ളത്. ഈ ഒരു മുഹൂർത്തത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ചില വിഷയങ്ങളിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലായി സംസാരിക്കില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന സ്വർഗീയ പൂങ്കാവനങ്ങളിൽപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മജ്ലിസിൽ സന്നിഹിതരായ മുഴുവൻ സ്ത്രീ പുരുഷന്മാരെയും പ്രത്യേകം
അല്ലാഹു തആല പരിഗണിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, വിശുദ്ധമായ ശഅബാൻ മാസം അതിൻ്റെ പകുതിയും കഴിഞ്ഞു. വിശുദ്ധമായ റമളാൻ ശരീഫിലേക്ക് അടുത്തു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് അനിവാര്യമാണ്. വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യം പലരും തിരിച്ചറിയാറില്ല. ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. സമൂഹത്തിലേക്ക് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ശഅബാൻ എന്ന് പറയുന്ന വിശുദ്ധമായ മാസത്തിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ശഅബാനെ പരിചയപ്പെടുത്തിയെടുത്തു പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു അൻഹു നാസ് ബൈന റജബിൻ വ റമളാൻ. റജബിന്റെയും റമളാന്റെയും ഇടയിൽ, റജബ് മാസത്തിന്റെയും റമളാൻ മാസത്തിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിൽ അകപ്പെടുന്ന മാസമാണ് ശഅബാൻ. റജബിന്റെ മഹത്വം പലരും ഉൾക്കൊള്ളാറുണ്ട്. യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽപ്പെട്ടൊരു മാസവും കൂടിയാണല്ലോ റജബ്. റമളാന്റെ മഹത്വം പിന്നെ എല്ലാവർക്കും അറിയാം. അത് മാസങ്ങളുടെ നേതാവാണ്, സയ്യിദ് ഷുഹൂറാണ് ഷഹ്റു റമളാൻ. അതേസമയം പലപ്പോഴും ശഅബാന്റെ മഹത്വം പലരും തിരിച്ചറിയാറില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ശഅബാൻ മാസത്തിൽ അടിമകളാകുന്ന നമ്മുടെ അമലുകളെ പ്രത്യേകം അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു, ഉയർത്തപ്പെടുന്നു. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകളെ പ്രത്യേകം പടച്ച റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിന് സദാസമയം നിരീക്ഷിക്കാൻ കഴിയും. പക്ഷേ പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇത് ആഴ്ചയിലുള്ള പരിശോധനയാണ്, ആഴ്ചയിലുള്ള പ്രത്യേകമായ നോട്ടമാണ്. എന്നാൽ വർഷത്തിൽ ശഅബാൻ എന്ന് പറയുന്ന മാസം മുഴുവനും അടിമകളുടെ അമലുകളെ പ്രത്യേകം പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. മുത്തുനബി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് വിശുദ്ധമായ ശഅബാനിൽ നോമ്പ് നോൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമലുകൾ ഉടമയായ റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായ നിലയിൽ നോമ്പ് നോറ്റതായി എൻ്റെ അമലുകൾ പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ശഅബാൻ പകുതിയായാൽ പിന്നെ നോമ്പില്ല. എന്താണ് ആ ഹദീസിന്റെ താല്പര്യം? ശഅബാൻ പകുതിയായാൽ നോമ്പില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകം സുന്നത്തായി നേരത്തെ നോറ്റ് ശീലമില്ലാത്തൊരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടണ്ട എന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം. അതൊന്നുമില്ലാതെ വെറുതെ സുന്നത്ത് എന്ന നിലയിൽ ശഅബാൻ 15 ശേഷം നോമ്പ് നോറ്റ് ക്ഷീണിച്ച് റമളാനിൽ നോമ്പെടുക്കാൻ പ്രയാസപ്പെടണ്ട എന്നാണ് പറഞ്ഞത്. അതേസമയം വിശുദ്ധമായ ശഅബാൻ പകുതിയായാലും നോമ്പ് നിർബന്ധമുണ്ട് ചില കൂട്ടർക്ക്. അതാരാണെന്നറിയുമോ? കഴിഞ്ഞ റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തിയാണ്. കഴിഞ്ഞ റമളാൻ നോമ്പ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ റമളാനൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ റമളാൻ എടുക്കുക. കഴിഞ്ഞ റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ വരുന്ന റമളാന് മുന്നോടിയായിട്ട് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. വീട്ടിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കഴിഞ്ഞ റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, അടുത്ത റമളാൻ വന്നു. എന്നാൽ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, പിന്തിച്ചതിന് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷണം കഫാറത്ത് എന്ന നിലക്ക് കൊടുക്കണം. അത് നിർബന്ധമാണ്.
അത് എത്ര റമദാനാണോ പിന്നിടുന്നത് ഖളാ കിട്ടാൻ വൈകുന്നത്, ഓരോ റമദാനും ഓരോ നോമ്പിന് ഓരോ മുദ്ദ് ഭക്ഷണം കൊടുത്തേക്കണം. അതന്നെ ഫക്കീർ മിസ്കീന്മാർ എന്ന ഗണത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം. ഒരു മുദ്ദ് പൂർണ്ണമായും ഒരു വ്യക്തിക്ക് കൊടുക്കണം. ഒരുപാട് മസാലകൾ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. ഈ അടുത്ത് തൃശ്ശൂരിൽ നിന്നുള്ളൊരു സഹോദരൻ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് 29-30 വയസ്സായി, പ്രായപൂർത്തി എത്തിയത് മുതൽ ഞാൻ ഒരു നോമ്പ് നോറ്റിട്ടില്ല. ഇപ്പോഴാണ് നോമ്പിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ നോമ്പ് വീട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര മുദ്ദ് അരി സാധുക്കൾക്ക് കൊടുക്കേണ്ടി വരും ഒന്ന് പറഞ്ഞു തരുമോ, കാൽക്കുലേറ്റ് ചെയ്ത് തരുമോ? ഞാനും എൻ്റെ മുത്താലിമികൾക്ക് ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം ഇയാൾക്ക് പ്രായപൂർത്തിയെത്തി 13ാമത്തെ വയസ്സ് മുതലാണ് കൂട്ടി നോക്കുമ്പോൾ 60 കിൻഡൽ അരി ഏകദേശം അയാൾക്ക് കൊടുക്കണം. 60 കിൻഡൽ അരി. ഒരു കിൻഡൽ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് നേർച്ചൊക്കെ നടത്തേനു. 60 കിൻഡൽ അരിയൊക്കെ കൊടുക്കണം. കാരണം എന്താ, അത് ഓരോ നോമ്പിനും കൊടുക്കണമല്ലോ ഓരോ മുദ്ദ്. അത് വർഷം കൂടുന്തോറും എന്ത് ചെയ്യും, മുദ്ദിന്റെ എണ്ണം കൂടും. അപ്പൊ ഒരു നോമ്പിന് ഒരുപാട് മുദ്ദ് കൊടുക്കണ്ടേ, കൊല്ലങ്ങളൊക്കെ കൂട്ടണ്ടേ, അങ്ങനെ 30 നോമ്പും കൂട്ടണ്ടേ. അപ്പൊ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ റമദാനിലെ നോമ്പ് വരുന്ന റമദാനിന് മുന്നോടിയായി നമ്മൾ ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ വൈകിപ്പിച്ചതിനുള്ള പണിഷ്മെന്റ് കൂടിയാണത്. ഏതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റമദാനിൽ ഒരു 6-7 നോമ്പ് ഏതായാലും പോകും, സാധാരണഗതിയിൽ നഷ്ടപ്പെടും. അത് ഖളാ വീട്ടാനുണ്ടാവും. പുരുഷന്മാർക്കും ചിലപ്പോൾ നീയത്ത് മറന്നതും പല കാരണങ്ങളാലും യാത്രയിലും മറ്റൊക്കെ മിസ്സായ നോമ്പും ഉണ്ടാകും. ഇതൊക്കെ ഖളാ വീട്ടണം വരുന്ന റമദാന് മുന്നോടിയായി. അപ്പോൾ ശഅബാൻ 15-ന് ശേഷം നിർബന്ധമായി നോമ്പ് വീട്ടേണ്ട ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല ശഅബാനിന് ശേഷം നോമ്പില്ല എന്ന് പറഞ്ഞത്. അതുപോലെ പതിവായി നോമ്പ് നോൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർക്കും ആ ഹദീസ് ബാധകമല്ല. അതൊക്കെ വളരെ കൃത്യമായി ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കുന്ന വ്യക്തിയാണ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്ന വ്യക്തിയാണ്, അവർക്ക് ശഅബാൻ 10-ന് ശേഷമുള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് നോൽക്കാം. എല്ലാ അയ്യാമു സൂദ് കറുത്ത വാവി നോമ്പ് നോൽക്കുന്ന ആളാണ്, അവർക്ക് നോമ്പ് നോൽക്കാം. എല്ലാ അയ്യാമുൽ ബീലിന് നോമ്പ് നോൽക്കുന്ന വ്യക്തിയാണ്, വെളുത്ത വാവിന്, അവർക്ക് നോമ്പ് നോൽക്കാം. പതിവായി അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ നോൽക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, റമദാന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ റമദാനിൽ വല്ല നോമ്പുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടണം. ആഗതമാകുന്ന റമദാന് മുന്നോടിയായി ഖളാ വീട്ടണം. അതേസമയം പ്രായം കാരണം നോമ്പ് നോൽക്കാൻ കഴിയാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ അസുഖം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ്, അങ്ങനെയുള്ളവർക്ക് ഖളാ വീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്ത് ചെയ്താൽ മതി, ഒരു നോമ്പിന് ഒരു മുദ്ദ് ഭക്ഷണം കൊടുത്താൽ മതി. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ വകുപ്പുണ്ടല്ലോ, നമ്മൾ കാരണം കൂടാതെ നോമ്പ് നോറ്റി വിട്ടാൻ പിന്തിക്കുമ്പോഴാണ് ഈ മുദ്ദിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഏതായാലും നമുക്ക് തൽക്കാല മസല അവിടെ അവസാനിപ്പിക്കാം. അപ്പൊ വിശുദ്ധമായ ഷഅബാൻ മാസം എല്ലാ അർത്ഥത്തിലും റമദാനെ സ്വീകരിക്കാൻ കൂടുതലായി ഒരുങ്ങേണ്ട മാസമാണ്. എന്ന് അങ്ങനെ പറഞ്ഞത്, റജബിൽ നമ്മൾ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്, റജബിൽ ഒരുങ്ങണം. റജബും ഷഅബാനും റമദാനെ സ്വീകരിക്കേണ്ട, റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട അംറു ബിനുൽ ഖൈസ്? ബഹുമാനപ്പെട്ട അംറു ബിനുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, وكان عمرو بن القيس رضي الله عنه إذا دخل شعبان أغلق تجارته وتفرغ لقراءة القرآن. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ശഅബാൻ മാസം ആഗതമായാൽ അദ്ദേഹത്തിന്റെ ഷോപ്പ് അടക്കും, ബിസിനസ് ഒക്കെ നിർത്തിവെക്കും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കും. നമ്മളോ പെരുന്നാളിന്റെ കച്ചവടം കണ്ടിട്ട് നേരത്തെ തന്നെ കച്ചവടം ഉഷാറാക്കാനും, റമദാന് അല്ലെ ഉഷാറാക്കിയിട്ട് ഒന്ന് പിന്നെ അതിന് ഇന്റീരിയൽ വർക്കും മറ്റൊക്കെ ചെയ്ത് കടകളൊക്കെ മോടി പിടിപ്പിക്കാനും ഉഷാറാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാം. പക്ഷെ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു ശഅബാൻ വന്ന അഗ്ലഖ തിജാറത, സ്റ്റോപ്പ്, അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ സ്റ്റോപ്പാക്കി. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കും. അതെന്തിനാണ്? റമദാൻ വന്നിട്ട് ഖത്മ് തീർക്കുമ്പോ ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും ഫുള്ളാക്കാൻ കഴിയില്ല. റമദാൻ 1-നും 2-നൊക്കെ വളരെ സീരിയസ് ആയി ഖുർആനൊക്കെ എടുത്ത് ഓതാനൊക്കെ ചില ആൾക്കാർ തയ്യാറാകും.
ഇരുത്തം കണ്ടാ തോന്നും 3 ദിവസം കൊണ്ട് ഒരു ഖത്തുമൊക്കെ തീരുന്ന്. പക്ഷേ അത് പിന്നെ അവിടെ ഇടും. ചിലപ്പോൾ ഒരു 3 ജുസും കൂടി പൂർത്തിയായിട്ടുണ്ടാവില്ല. ഒരു ഖത്തുമ്പ് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ചില ആളുകൾ എന്ത് ചെയ്യും? റമദാൻ അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പോൾ വിശുദ്ധമായ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് പരിശീലനം നേടണം. ഖുർആൻ ഓതി പരിശീലനം നേടണം. അതുപോലെ നിസ്കരിച്ച് പരിശീലനങ്ങൾ നേടണം. സുഹൃതങ്ങൾ ചെയ്ത് പരിശീലനങ്ങൾ നേടണം. അതുകൊണ്ടാണ് റജബിനെ കുറിച്ച് പറഞ്ഞത്. റജബ് നല്ല ഇബാദത്തുകൾക്ക് തുടക്കം കുറിക്കേണ്ട മാസമാണ്. റജബ് കൃഷി ഇറക്കേണ്ട മാസമാണെന്ന് പറഞ്ഞാൽ നല്ല ഇബാദത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ ചെയ്തു വരാറില്ലാത്ത സുന്നത്തായ കാര്യങ്ങളൊക്കെ തുടങ്ങുക. താടി വെക്കാത്തവർക്ക് താടി വെച്ച് തുടങ്ങുക. തലമറച്ച് ശീലമില്ലാത്തവർ തലമറച്ച് തുടങ്ങുക. ഒരു വെള്ള വസ്ത്രം ജുമാക്കും ജമാഅത്തിനൊന്നും ഇട്ട് ശീലമില്ലാത്ത ആളുകൾ വെള്ള വസ്ത്രമൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ശീലാക്കി മാറ്റുക. എത്ര ചെറുതും വലുതുമായ സുന്നത്തുകളുണ്ട്. ദുഹ തീരെ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ ദുഹ നിസ്കരിച്ച് ശീലമാക്കി തുടങ്ങുക. വിത്ര പതിവില്ലാത്ത ആളാണെങ്കിൽ ഒരു റജബിലോ ഷഅബാനിലൊക്കെ വിത്രകളൊക്കെ തുടങ്ങുക. അങ്ങനെ റജബ് ഇബാദത്തുകളുടെ വിത്തുകൾ വിതയ്ക്കേണ്ട മാസമാണെങ്കിൽ ഷഅബാനെ കുറിച്ച് പറഞ്ഞത് ആ വിത്ത് റജബിൽ നാം ഇറക്കിയ വിത്ത് അതിങ്ങനെ വളർന്നു പന്തലിക്കുമ്പോൾ അതിനാവശ്യമായ ആ കൃഷിക്കാവശ്യമായ ആ ഇബാദത്തിനാവശ്യമായ വളവും നൽകേണ്ട മാസമാണ് ഷഅബാൻ മാസം. അപ്പോ നമ്മുടെ ആ റജബിൽ തുടങ്ങി വെച്ച വിത്തർ, റജബിൽ തുടങ്ങി വെച്ച ദുഹ, റജബിൽ തുടങ്ങി വെച്ച സുന്നത്തുകൾ അതൊക്കെ ഇങ്ങനെ വളർന്ന് പരിശുദ്ധമായ റമളാൻ അത് ഫലങ്ങൾ കൊയ്തെടുക്കേണ്ട മാസമാണ്. അപ്പോൾ വളരെ കൃത്യമായി ഖുർആൻ ഓതാനും വിശുദ്ധമായ റമളാൻ മാസത്തിൽ ദുഹ നിസ്കരിക്കാനും വിത്റുകൾ നിസ്കരിക്കാനും മറ്റു സുന്നത്തുകളൊക്കെ പരമാവധി കൃത്യമായി എടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ വിശുദ്ധമായ റമളാന് മുന്നോടിയായി ഇബാദത്തുകളിൽ പരിശീലനങ്ങൾ നേടി പ്രാക്ടിക്കലാക്കേണ്ട മാസമാണ് റജബും ശഅബാനും. ആ വിശുദ്ധമായ റജബ് വിട പറഞ്ഞു പോയില്ലേ? ശഅബാന്റെ പകുതിയിലേറെ ദിനരാത്രങ്ങൾ വിട പറഞ്ഞില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരാ, ഇനിയുള്ള ദിനരാത്രമെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉപയോഗപ്പെടുത്തേണ്ടതില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ അമലുകൾ പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോ നമ്മുടെ ജീവിതത്തൊന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്, ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഒരു കാര്യവും കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കട്ടെ. വിശുദ്ധമായ റജബ് ആഗതമായാൽ മുത്തനബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ആ പ്രാർത്ഥന വിശദീകരിച്ചിട്ട് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. റജബിനെയും ശഅബാനിനെയും ഒരു അടിമ എത്രമാത്രം പരിഗണിക്കുന്നുണ്ടോ, എത്രമാത്രം ആദരിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് വിശുദ്ധമായ റമളാൻ അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. റമളാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് നിസ്കരിക്കും, റമളാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഖത്മ തീർക്കും എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. റജബിനെയും ശഅബാനിന്റെയും ഒക്കെ മഹത്വങ്ങളെ എത്രമാത്രം ഉൾക്കൊണ്ട് ഈ മാസത്തെ എത്രമാത്രം നമ്മൾ പരിഗണിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് റമളാൻ ഉപയോഗപ്പെടുത്താൻ കഴിയൂ. അല്ലാഹു വിശുദ്ധമായ ഈ മാസങ്ങളൊക്കെ പരിഗണിക്കാനും ആദരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എങ്ങനെയാണ് റജബിനെയും ശഅബാനിനെയും പരിഗണിക്കുക? എങ്ങനെയാണ് ശഅബാൻ മാസത്തെ ആദരിക്കുക? ശഅബാൻ മാസത്തെ ആദരിക്കുന്നതിന്റെ ഭാഗം ശഅബാനിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് തൗബ ചെയ്ത് നന്നാവലാണ്. ആത്മീയമായി നമ്മൾ അല്ലാഹുവിലേക്ക് ഉയരലാണ്. ആത്മസംസ്കരണം നേടിയെടുക്കലാണ്. അതുകൊണ്ടല്ലേ അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. വിശുദ്ധമായ റമളാന് മുന്നോടിയായി ആത്മസംസ്കരണം നേടിയെടുത്തവൻ വിജയിച്ചുപോയി. അവർക്ക് സന്തോഷം സന്തോഷം എന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു.
റമളാൻ വന്നിട്ടല്ല ആത്മസംസ്കരണം നേടിയെടുക്കേണ്ടത്. ആത്മസംസ്കരണം കൃത്യമായ രൂപത്തിൽ റമളാനിൽ നേടിയെടുക്കാൻ അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള പൂർത്തീകരണങ്ങളും ശഅബാനിൽ തന്നെ തുടങ്ങണമെന്നാണ്. തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. റമളാന് മുന്നോടിയായി മനസ്സ് ശുദ്ധീകരിച്ചവർക്ക് സന്തോഷം. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തൊക്കെ സുഹൃതങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃതങ്ങളുടെ പട്ടിക നീണ്ടതാണ്. നന്മയുടെ പട്ടിക നീണ്ടുകിടക്കുകയാണ്. നന്മയുടെ പട്ടിക നീണ്ടുകിടക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ ഖുർആൻ പാരായണം അത് ഏതായാലും നമുക്ക് റമദാനിൽ ഖത്മുകൾ തീർക്കേണ്ടതുണ്ട്, വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശീലനങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ഖത്മുകൾ തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ച മാസമാണ് ശഅബാൻ. റജബിന്റെ 27 രാത്രിയിലാണ് മുത്തനബി പടച്ച റബ്ബിനെ കാണാൻ വേണ്ടി ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയത് എങ്കിലും ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശഅബാനെ കുറിച്ച് മുത്തനബി പറഞ്ഞത് ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. എന്തേ ശഅബാൻ എൻ്റെ മാസം എന്ന് മുത്തനബി വിശേഷിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള പല അഭിലാഷങ്ങളും പല ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ട മാസം അത് ശഅബാനിലാണ്. ഖിബല മാറ്റം നടന്നത് ശഅബാനിലാണ്. നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു ഖിബല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിയായ ആഗ്രഹം അത് കഅബയിലേക്ക് തന്നെ ഖിബലയെ മാറ്റപ്പെടണമെന്ന ഹബീബായ തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരത് ശഅബാൻ മാസത്തിലാണ്. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് അവിടുത്തെ സാന്ത്വനിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന അവിടുത്തെ പല അഭിലാഷങ്ങളും പൂവണിഞ്ഞത് ശഅബാൻ മാസത്തിലാണ്. അതിനൊക്കെ പുറമെ ഹബീബായ തങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ മാസം അത് ശഅബാൻ മാസമാണ്. നമ്മുടെ ഉപ്പാപ്പയായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലോകത്തുള്ള സർവ്വഭാഷകളും ജ്ഞാനങ്ങളും വിവരങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു തെറ്റുപോലും ചെയ്യാൻ കഴിയാത്ത മഹാന്മാരായ മലക്കുകളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മലക്കുകളോട് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ മലക്കുകൾ ഉത്തരമുട്ടി സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്നൊക്കെ മലക്കുകൾ പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ വളരെ സ്പഷ്ടമായി കൃത്യമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ മലക്കുകളെ കാണും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൽമിന്റെ വിഷയത്തിൽ ഉയർന്നു നിൽക്കുന്നു. അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ നബിയാണ്, ആദ്യത്തെ മനുഷ്യനാണ്. മലക്കുകളെ കാണും സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു ഉസ്ജുദൂ ലി ആദം, മലക്കുകളെ നിങ്ങൾ ആദം നബിയെ റെസ്പെക്ട് ചെയ്യണം, നിങ്ങൾ ആദം നബിയെ ആദരിക്കണം, ആദരവിന്റെ സുജൂദ് നിങ്ങൾ ചെയ്യണം. ആരാധനയുടെ സുജൂദല്ല, ആരാധനയുടെ സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്. ആദരവിന്റെ സുജൂദ് ചെയ്യണം. ബഹുമാനപ്പെട്ട ആദം നബിയെ റെസ്പെക്ട് ചെയ്യണേ, ആദരിക്കണേ. അല്ലാഹ് മലക്കുകളോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ മുത്തനബിയുടെ വിഷയത്തിൽ അല്ലാഹു തആല അങ്ങോട്ട് മലക്കുകളോട് കൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് പടച്ച റബ്ബ് ആദ്യം തന്നെ അതങ്ങ് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഹബീബായ തങ്ങളെ ആദരിക്കേണ്ടത്? ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടപ്പാടുകൾ, ഹബീബായ തങ്ങളുടെ വ്യക്തിത്വം, ഹബീബായ തങ്ങളുടെ ബഹുമാനം, ഹബീബായ തങ്ങളുടെ ആദരവ് അത് എത്രമാത്രം ഉന്നതമാണെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എങ്ങനെയാണ്? മലക്കുകളെ പറയുന്നതിന് മുമ്പ് അല്ലാഹ് പറയാണ് തീർച്ചയായും അല്ലാഹുവും പിന്നെ പറയുന്നു അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. എന്താണ് സ്വലാത്ത്? റസൂലുള്ളാഹിക്കുള്ള ബഹുമാനമാ, റസൂലുള്ളാഹിക്കുള്ള റെസ്പെക്റ്റാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഉപകാരമാ. ഹബീബായ തങ്ങൾ
തങ്ങൾക്കുള്ള മദ്ഹ, ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, സ്വലാത്തിന് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. കേവലം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം എന്നൊന്നും പറഞ്ഞ്, രക്ഷ എന്നൊന്നും പറഞ്ഞ്, അതേ ഗുണം എന്നൊക്കെ പറഞ്ഞ് കേവലം അർത്ഥം വെച്ച് പോയാൽ പോരാ. സ്വലാത്ത് അല്ലാഹുവിന്റെ വലിയ അസ്റാറുകളിൽ പെട്ടതാണ്, രഹസ്യങ്ങളിൽ പെട്ടതാണ്. സ്വലാത്തിന്റെ ഉള്ളിൽ റസൂൽ നബി തങ്ങളോടുള്ള ബഹുമാനമുണ്ട്. സ്വലാത്തിന്റെ ഉള്ളിൽ മുത്തനബിയോടുള്ള മഹബ്ബത്തുണ്ട്. സ്വലാത്തിന്റെ ഉള്ളിൽ മുത്തനബിക്കുള്ള അംഗീകാരമുണ്ട്. സ്വലാത്തിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഉപഹാരങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്. അതെ, അത് മുഴുവനും നബി തങ്ങൾക്ക് വകവച്ചു കൊടുത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളും റെസ്പെക്ട് ചെയ്യണേ. ഹബീബായ തങ്ങളെ നിങ്ങളും പരിഗണിക്കണമേ. ഹബീബായ തങ്ങൾക്ക് നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണമേ, സലാമും നിർവഹിക്കണമേ എന്ന പ്രസിദ്ധമായ ആയത്തിറങ്ങിയ മാസം അത് വിശുദ്ധമായ ശഅബാനിലാ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബായ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ധാരാളം സ്വലാത്ത് നമ്മളൊക്കെ ചൊല്ലണം. അതാണ് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള മാർഗം. അത് നമുക്ക് അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന, സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമല് അത് സ്വലാത്താണ്, അത് മൗലിദാണ്, അത് മഹബ്ബത്താണ്, അത് മുത്തുനബിയൊക്കെയുള്ള സലാമുകളാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ച വീട്ടില് നമ്മൾ 3 ആണെങ്കിലും 7 ആണെങ്കിലും 14 ആണെങ്കിലും 40 ആണെങ്കിലും ആണ്ടിനാണെങ്കിലും മൗലിദ് ഓതും. ഇവിടെ ഒരു കാര്യം കൂടി പറയണം. മരിച്ച വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? 3 പരിപാടി നടത്തും. ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. 7 പരിപാടി നടത്തും. ചില നാട്ടിൽ 14 15 പരിപാടി നടത്തും. ചില നാട്ടിൽ 40 പരിപാടി. അതിൻ്റെ ഇടക്ക് പരിപാടികളൊന്നുമില്ല. എന്താ അത് അങ്ങനെ? യഥാർത്ഥത്തിൽ ഒരു ഖബറാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചോദ്യമുണ്ട്. എത്ര ദിവസം ചോദ്യം? 3 ദിവസം വരെ ചില ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. 7 ദിവസം വരെ ചില ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. 14 ദിവസം വരെ ചില ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. 40 ദിവസം വരെ ചില ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. വിശ്വാസപരമായ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുക. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബി എന്ന് ഉത്തരം പറഞ്ഞാൽ ആൻസർ ആയോ? അതല്ല, ഇനി അള്ളാഹുമായി ബന്ധപ്പെട്ട വേറെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് ഇമാമിയങ്ങൾ പറയുന്നുണ്ട്. വമൻ നബിയുക എന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് ആൻസർ പറഞ്ഞാൽ അവിടെ തീരോ? അല്ല, നബിയുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങൾ, നബി തങ്ങൾ സാധാരണക്കാരനാണോ, നബി തങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ചോദിക്കാമെന്ന് ഇമാമിയങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ചോദ്യങ്ങളും ഓരോ വ്യക്തികൾക്കനുസരിച്ച് ചോദ്യങ്ങൾ നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 3 ദിവസം വരെ, 7 ദിവസം വരെ, 14 ദിവസം വരെ, 40 ദിവസം വരെ ഖബറിൽ ചോദിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ആ വരെ അങ്ങോട്ട് കട്ട് ചെയ്ത് 3 മാത്രം പരിപാടി, 7 മാത്രം പരിപാടി, 14 മാത്രം പരിപാടി, 40 മാത്രം പരിപാടി, വരെ കട്ട് ചെയ്തു. മരിച്ച വീട്ടിൽ 40 ദിവസം വരെ എല്ലാ ദിവസവും ആളുകൾക്കൊന്നും പങ്കെടുക്കാനും കഴിയില്ലെങ്കിലും ആ വീട്ടുകാർ, അഹ്ലുകാർ, വിട പറഞ്ഞു പോയ ഉപ്പാക്ക് വേണ്ടി, വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട പൊന്നുമ്മാക്ക് വേണ്ടി ആത്മാർത്ഥമായി 40 ദിവസം നിർബന്ധമായും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം, സദഖകൾ ചെയ്തുകൊണ്ടിരിക്കണം. 40 ദിവസം വരെ ചോദ്യങ്ങൾ ഉണ്ടാകാം. ചില ആളുകൾക്ക് 3 ദിവസം കൊണ്ട് കഴിയും, ചില ആളുകൾക്ക് 7 ദിവസം കൊണ്ട് കഴിയും, ചില ആളുകൾക്ക് ഖബറിൽ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാം അല്ലാഹു തആല അഫൂ ചെയ്തു കൊടുക്കും. അല്ലാഹു ഖബറിൽ ചോദ്യങ്ങളില്ലാത്ത, ഫിത്നകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഖബറിലെ വിഷമങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മിൽ നിന്നും മരിച്ചുപോയവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരന്മാരെ, അപ്പോ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വിശുദ്ധമായ റമദാനു ശരീഫ് ആഗതമാകുമ്പോ നിർബന്ധമായും ഒരുപാട് ചിട്ടകൾ നമുക്ക് വേണം. നോമ്പ് ഏതായാലും നമ്മൾ നോൽക്കും. മൻ സ്വാമ റമദാന ഈമാനും വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നോമ്പ് നോൽക്കേണ്ട രൂപത്തിൽ വിശ്വാസത്തോടെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പ് നോറ്റാൽ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തറാവി ഏതായാലും നമ്മൾ നിസ്കരിക്കണം.
ഈ ഷാബാനിലെങ്കിലും വിശുദ്ധമായ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? റമദാനാ, നാളെ റമദാന്, ഇന്ന് മാസം കാണാകാവൂ അല്ലേ? മാസം കണ്ടോ? മാസം കണ്ടുകണോലോ. നമ്മളെവിടെയുള്ളത്? നമ്മൾ കൊണ്ടോട്ടിയിലോ മഞ്ചേരിയിലോ അല്ലെ വേറെന്തോ തിരക്കിലോ എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പൊ നമ്മൾ തീരുമാനിക്കും ഇന്നിപ്പോ ഏതായാലും തറാവീഹ് പോയി, സുബഹി മുതൽ ജമാഅത്തിനുണ്ട് കൂടാ. പലർക്കും വിശുദ്ധമായ റമദാൻ ഷരീഫിൽ ആദ്യത്തെ രാത്രി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. തറാവിയുടെ കാര്യം പറഞ്ഞപ്പോ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശുദ്ധമായ റമദാൻ മാസത്തിൽ തറാവീഹ് വളരെ കൃത്യമായി അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച് വിശ്വാസത്തോടുകൂടെ നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അതിന് ഒന്നാമത്തെ തറാവി പലർക്കും നഷ്ടപ്പെട്ടു പോവാണ്. ഷഅബാൻ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ച് റമളാനെ സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനു ഷരീഫിൽ ഒന്നാമത്തെ രാത്രി, അതേ ഒരു പക്ഷേ ഷഅബാൻ 29 സൂര്യൻ അസ്തമിച്ചാൽ റമദാന്റെ ചന്ദ്രപ്പിറവി ദർശിക്കാൻ സാധ്യതയുണ്ട്. ആ നിലക്ക് അതേ ഒന്നാമത്തെ രാത്രി തന്നെ പരിഗണിക്കാനും സ്വീകരിക്കാനും ആ രാത്രിയിൽ തന്നെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ജമാഅത്തിൽ പങ്കെടുക്കാനും തറാവീഹ് നിസ്കരിക്കാനും നമുക്ക് കഴിയണം. കാരണം വിശുദ്ധമായ റമദാൻ ഷരീഫിൽ ആദ്യത്തെ രാത്രിയുടെ മഹത്വം വളരെ വലുതാണ് കേട്ടോ. ഹബീബായ തങ്ങള് വിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ആദ്യത്തെ രാത്രിയുടെ മഹത്വത്തെ കുറിച്ച് പലതും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ള മഹത്വമുള്ള റമദാൻ ഷരീഫിന്റെ ആദ്യത്തെ രാത്രിയിലെ തറാവീഹ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹു നമുക്ക് റമളാനിലേക്ക് ആയുസ് നീട്ടിത്തരട്ടെ. വിശുദ്ധമായ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാനും തറാവീഹുകൾ നിസ്കരിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാനിലെ പ്രധാനപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണ് അത്താഴം കഴിക്കുക. ചില ആളുകൾ അത്താഴം കഴിക്കൂല. ഉമ്മാനോട് പറയും, ഉമ്മ ഇന്ന അത്താഴത്തിന് വിളിക്കണ്ട, ഞാൻ അത്യാവശ്യം മുത്തായി ഉഷാറായി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ അത്താഴമൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരെ കിടന്നുറങ്ങും. ചില കുട്ടികൾക്ക് ഉണ്ട് അങ്ങനെ സ്വഭാവം. ചില ആൾക്കാർ എനിക്ക് അത്താഴം കഴിച്ചാൽ നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സൗണ്ടൊക്കെ വരും, അല്ലെങ്കിൽ നെഞ്ഞുവേദനയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അത്താഴം തറാവി നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ അത്താഴാകാം. അത്താഴത്തിന്റെ സമയം പ്രവേശിക്കുന്നത് രാത്രി പകുതിയാകുന്നതോടുകൂടെയാണ്. രാത്രി പകുതിയായാലാണ് അത്താഴത്തിന്റെ സമയമാകുക. അപ്പൊ തറാവി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത്താഴം കഴിച്ചുകൊണ്ട് പറഞ്ഞാൽ അത്താഴാവൂല. രാത്രി പകുതിയായതിനു ശേഷം അത്താഴാവുള്ളൂ. ഈ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അത്താഴം കഴിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രത്യേകമായ ആശീർവാദവും പ്രാർത്ഥനയും ഉണ്ടെന്ന് ഹദീസിലുണ്ട്. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞ ചില ആളുകൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണാണ്, പ്രയാസമാണ്. അതിന് അത്താഴം എന്ന് പറഞ്ഞാൽ ധാരാളം അടിച്ചു കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പ് നോൽക്കുന്ന സമയത്തും അത്താഴത്തിന്റെ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും ഭക്ഷണം നാം പരിമിതപ്പെടുത്തണം. ഇന്നിപ്പോ വാട്സപ്പ് എപ്പോൾ തുറന്നാലും പള്ളെങ്ങനെ കുറക്കാൻ പറ്റും, എങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ വെയിറ്റ് എങ്ങനെ കുറക്കാൻ പറ്റും, ഇങ്ങനത്തെ പരസ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായും കാണുന്നത്. ആളുകൾക്കൊക്കെ എങ്ങനെ വയറ് കുറക്കണം, അല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് കുറക്കണം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ കരിച്ചതും പൊരിച്ചതും കുറച്ചൊന്ന് നിയന്ത്രിക്കുക. ഓവറായി കഴിക്കണ്ട. പൂതിക്ക് 1-2 കഴിച്ചോളി, ഓവറായി കഴിക്കണ്ട. കരിച്ചതും പൊരിച്ചതും അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഭക്ഷണം ഒന്ന് പരിമിതപ്പെടുത്തി അത്താഴവും മുത്താഴവും നോമ്പ് തുറയും ഒന്ന് നിയന്ത്രിച്ച് മിതമായ രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റമദാൻ കഴിയുന്നതോടുകൂടെ നമ്മുടെ വെയിറ്റ് കുറക്കാൻ കഴിയും. അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ആരോഗ്യം, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ആത്മീയമായ പുരോഗതി വിശുദ്ധമായ റമദാൻ നേടിയെടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത്താഴം കുറച്ചെങ്കിലും കഴിക്കണം, അത് നല്ലതാണ്. അത് 1 ഇറക്കി വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, 1, 2, 3 ഈത്തപ്പഴം കഴിച്ചിട്ടാണെങ്കിലും ശരി. നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം സുന്നത്തുള്ളതുപോലെ നോമ്പ് നോൽക്കുന്ന അത്താഴത്തിന്റെ സമയത്ത് ഈത്തപ്പഴം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. പല ശ്രദ്ധിക്കാത്ത മസലയാണ്. നോമ്പ് നോൽക്കുമ്പോൾ അത്താഴത്തിന്റെ സമയത്ത് ഈത്തപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ സുന്നത്തുകളൊക്കെ പരിഗണിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഏതായാലും അത്താഴത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണം. ആ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പക്ഷേ ആ ഒരു അത്താഴത്തിന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് എഴുന്നേറ്റ് ശീലമാക്കാനുള്ള ശീലം ഈ ഷഅബാനിൽ നാം തുടങ്ങി വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ നല്ല ശീലം റമളാനിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രിയുടെ യാമങ്ങളിൽ കിടപ്പറകളോട് രാജ്യ പറഞ്ഞ് പ്രതീക്ഷയോടെ അല്ലാഹുവിനോടുള്ള ഭയത്തോടെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന അടിമകളെ, മുഅ്മിനീങ്ങളെ ഖുർആൻ പ്രത്യേകം പ്രകീർത്തിക്കുന്നുണ്ട്. അവർക്കുള്ള മറ്റൊരു ക്വാളിറ്റിയും കൂടി പറയുന്നുണ്ട്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. നേരത്തെ ഉസ്താദ് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദുമാർക്ക് അതേ വിശുദ്ധമായ റമളാന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള കിറ്റിനെ കുറിച്ച്, ആ കിറ്റ് പോലെയുള്ള സംരംഭങ്ങളടക്കം എന്തൊക്കെ നന്മകളുണ്ടോ, നന്മകളുടെ വഴികളുണ്ടോ, അതിലൊക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കഴിയുന്ന രൂപത്തിലെങ്കിലും നമ്മൾ സഹായിക്കണം. അല്ലാഹു നമുക്ക് നൽകിയതിൽ നിന്ന് കൊടുക്കാൻ കഴിയണം. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ പറഞ്ഞെടുത്ത് അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. പടച്ച റബ്ബ് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമേ. സലാം പറയാൻ എന്തിനാ പിശുക്ക് കാണിക്കുന്നത്? സലാം വ്യാപിപ്പിക്കണം. മുഅ്മിനീങ്ങളാണോ, അറിയുന്നവരോടും അറിയാത്ത മുഅ്മിനീങ്ങളോടും സലാം പറയണം. പക്ഷേ അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയരുത്. മാമിൻ ആമിൻ ഇല്ല വഖദ് ഖുസ്സാന്ന്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവിടെയൊക്കെ ചില എക്സെപ്ഷനുകൾ ഉണ്ടാകും. എന്ത് കാര്യം പറഞ്ഞാലും അവിടെയൊക്കെ എന്തുണ്ടാകും? ചില ഇസ്തിസ്നകൾ ഉണ്ടാകും. മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയും. ഇവിടെ പുരുഷന്മാർ, മുഅ്മിനീങ്ങളെ എല്ലാ പുരുഷന്മാരോടും സലാം പറയണം. സ്ത്രീകൾ എല്ലാ സ്ത്രീകളോടും സലാം പറയണം. എന്നാൽ അന്യ പുരുഷൻ അന്യ സ്ത്രീകളോട് സലാം പറയാൻ പറ്റുമോ? അന്യ സ്ത്രീ അന്യ പുരുഷനോട് ഇങ്ങോട്ട് സലാം പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് നമുക്ക് ഒറ്റയടിക്ക് മറുപടി പറയാം. പിന്നെ വിശദീകരണമുണ്ട്. ഹറാമാകുന്ന ഘട്ടങ്ങളുണ്ട്, കറാഹത്താകുന്ന ഘട്ടങ്ങളുണ്ട്. ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ്. ഒരു സ്ത്രീ ഒരു അന്യ പുരുഷൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഈ പുരുഷൻ അങ്ങോട്ട് മടക്കൽ കറാഹത്താണ്. പുരുഷന്റെ ഭാഗത്ത് നോക്കുമ്പോൾ സലാം അന്യ സ്ത്രീയോട് പറയലും മടക്കലും കറാഹത്താണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ സ്ത്രീ അന്യ പുരുഷനോട് അങ്ങോട്ട് സലാം പറയൽ ഹറാം. ഒരു അന്യ പുരുഷൻ പെണ്ണിനോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കലും സ്ത്രീക്ക് ഹറാം. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് രണ്ടും ഹറാം. അതിന്റെ യുക്തി എന്താന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒരാണ് ഇങ്ങോട്ട് വന്ന് വശീകരിക്കുന്നത് പോലെ ഒരു പെണ്ണ് ഇങ്ങോട്ട് വശീകരിക്കുമ്പോൾ അവിടെ ഫിത്നക്ക് സാധ്യത കൂടുതലാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇന്നിപ്പോ ആ മസലൊന്നും ഒരു പെണ്ണുങ്ങൾക്ക് അറിയില്ല. അസ്സലാമു അലൈക്കും ഉസ്താദേ, റാഹത്തല്ലേ, എനിക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ വിളിക്കുക, സലാം പറഞ്ഞിട്ടേ വിളിക്കുക. പല സ്ത്രീകൾക്കും ഈ മസല അറിയില്ല. അന്യ പുരുഷന്മാരോട് സലാം പറയാൻ പാടില്ല, ഹറാമാണ് വിധി. ഷാഫി മദ്ഹബിന്റെ മസലയാണ് ഞാൻ ഈ പറയേണ്ടത്. എത്ര പെണ്ണുങ്ങൾക്ക് ഈ മസല അറിയാം? എന്നിട്ട് കണ്ട ആളുകളോടൊക്കെ സലാം പറയും. എവിടെ പോവാണെങ്കിലും, ബസ്സൊന്നും റോട്ടൊന്നും അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തൊന്നും എവിടെ കണ്ട അസ്സലാമു അലൈക്കും. നാട്ടിൽ ആജിയമാരോടൊക്കെ സലാം പറഞ്ഞ് നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. തനിച്ച ഹറാമാണത്. അതേസമയം സ്ത്രീകൾക്ക് ഏത് സ്ത്രീകളോടും സലാം പറയാം, പുരുഷന്മാർക്ക് ഏത് പുരുഷന്മാരോടും സലാം പറയാം. ഭാര്യക്ക് ഭർത്താവിനോട് സലാം പറയാം, ഭർത്താവിന് ഭാര്യക്ക് സലാം പറയാം. നമുക്ക് ഉമ്മയോട് പറയാം, ഉമ്മക്ക് ഇങ്ങോട്ട് പറയാം. നമുക്ക് നമ്മുടെ നേരെ ജ്യേഷ്ഠത്യമാരുണ്ടാകും, അനുജത്യമാരുണ്ടാകും, സഹോദരിമാരുണ്ടാകും, സലാം പറയാം. വിവാഹ ബന്ധം ഹറാമായവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നതിന് വിരോധമില്ല എന്നല്ല, സുന്നത്താണ്. എന്നാൽ ഒരു പറ്റം സ്ത്രീ സമൂഹമാണ്, ഒരു വനിതാ ക്ലാസ് നടക്കുകയാണ്, മറന്റെ പിന്നിൽ വെച്ച് ഉസ്താദ് സലാം പറയുമ്പോൾ ഒരു സ്ത്രീ സമൂഹത്തോടാണ് സലാം പറയുന്നത്. അവിടെ ഫിത്ര ഭയപ്പെടാനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് അവിടെ സലാം പറയൽ സുന്നത്തുണ്ട്.
കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത പ്രായമുള്ള ഉമ്മയാണ്, ഫിത്ര ഭയപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് സലാം പറയൽ സുന്നത്തുണ്ട്. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ വളരെ ഡീറ്റെയിൽ ആയി ഫുഖഹാക്കൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതായാലും സലാം അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ തന്നെ നമ്മൾ സലാം പറയണില്ല. അതേസമയം ഹറാമായ സലാമിലാണ് നമ്മൾ കൂടുതലായിട്ടുള്ളത്. സലാം പറഞ്ഞാൽ മഹബ്ബത്തുണ്ടാകും. അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറഞ്ഞ് മഹബ്ബത്തുണ്ടായി പിന്നെ ഓനോട് ഒളിച്ചോടി എന്ന വാർത്തയായിരിക്കും പിറ്റേന്ന് പത്രത്തിലുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതിന്റെ പിന്നിൽ വേറെയും പല യുക്തികളുമുണ്ട്. ഏതായാലും ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമേ. നിങ്ങൾ ഭക്ഷണം കൊടുക്കണമേ. അത് മഹ്ദറത്തുൽ ബദരിയുടെ മജ്‌ലിസിലാണെങ്കിലും ഉസ്താദുമാർക്കുള്ള കിറ്റിലൂടെ കൊടുക്കുകയാണെങ്കിലും മറ്റ് ഏത് വിധത്തിലുള്ള ഭക്ഷണങ്ങളാണെങ്കിലും, പള്ളിയിൽ ഒരു മൗലിദ് നടക്കുകയാണ്, ഒരു ദിക്ർ ഹൽഖ നടക്കുകയാണ്, ഏത് നിലക്കാണെങ്കിലും, ഒരു ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ നമ്മൾ മിഠായി വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ പോലും ഭക്ഷണം കൊടുക്കണമേ. വളരെ പുണ്യമുള്ള കാര്യമാണ്. മൂന്നാമതായി നബി തങ്ങൾ പറയുന്നു, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണമേ. വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, പാതിരാ സമയത്ത് ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ്, ആരും കാണുന്നില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, ആളുകളുടെ കമന്റ് കിട്ടാനല്ല, അടിമയെന്ന നിലക്ക് ഉടമയായ റബ്ബിനോടുള്ള ബാധ്യത എന്ന നിലക്ക് പടച്ച റബ്ബിനെ പേടിച്ച് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ആരാരും കാണാത്ത ഇബാദത്ത്, ആരും അറിയാത്ത ഇബാദത്ത്, അടിമയും ഉടമയും തമ്മിൽ മാത്രം അറിയുന്ന ഇബാദത്ത്, എന്തു രസമുള്ള ഇബാദത്താ. ഒന്ന് നിസ്കരിച്ചു നോക്കണ്ടേ? ഒന്ന് നമുക്കൊന്ന് പതിവാക്കേണ്ടതില്ലേ? അല്ലാ സാധുക്കളായ അടിമകൾക്ക് വിശുദ്ധമായി ശഅബാന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹ്ദറത്തുൽ ബദരിയുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നബി തങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മെച്ചമെന്തെന്നറിയുമോ? തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങളാ മുത്തനബി എണ്ണിപ്പറഞ്ഞ അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഒന്നും പേടിക്കേണ്ടതില്ല, ഹിസാബ് പേടിക്കേണ്ടതില്ല, സിറാത്ത് പാലം പേടിക്കേണ്ടതില്ല, മുൻകർ നകീറിനെ പേടിക്കേണ്ടതില്ല. ഈ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പരിശുദ്ധ റസൂൽ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബീവി സുബൈദ റളിയല്ലാഹു അൻഹാ? ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദിന്റെ ഭാര്യ. ഹാറൂൻ റഷീദ് അറിയപ്പെട്ട ചക്രവർത്തിയും രാജാവൊക്കെ ആയിരുന്നു. ആ ഹാറൂൻ റഷീദിന്റെ ഭാര്യ സുബൈദ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ വന്നു. ഹജ്ജിന്റെ ഭാഗമായി അറഫയിലെത്തി. പ്രവിശാലമായി പരന്നു കിടക്കുന്ന അറഫയിൽ ബീവി സുബൈദ റളിയല്ലാഹു അൻഹ ഹജ്ജിന് വന്ന വർഷത്തിൽ വെള്ളക്ഷാമമാണ്, വെള്ളമില്ലാതെ ഹജ്ജാജിമാർ പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. ശക്തമായ വരൾച്ചയും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹജ്ജാജിമാര് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് ബീവി സുബൈദ റളിയല്ലാഹു അൻഹയാകുന്ന ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വെള്ളം അറഫയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ബീവി നാട്ടിലേക്ക് പോയി അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. ലക്ഷക്കണക്കിന് സ്വർണം അതിനുവേണ്ടി ചെലവഴിച്ച്
പ്രിയപ്പെട്ടവരെ, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന്, ബാഗ്ദാദിൽ നിന്ന്, ഇറാഖിൽ നിന്ന് മക്കയിലെ അറഫയിലേക്ക് നീണ്ടുകിടക്കുന്ന, കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ജലസംഭരണി, വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് സ്വർണം ചെലവഴിച്ച് ബീബി സുബൈദ റളിയല്ലാഹു അൻഹ പണി കഴിപ്പിച്ചു. ഇന്നും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ ചില അമീർമാരൊക്കെ പറഞ്ഞു കൊടുക്കും, അതാ ആ കാണുന്ന കല്ല് കണ്ടോ, ആ കാണുന്ന മതില് കണ്ടോ, തോയിഫ് വഴിയിലൂടെയാണ് ആ ഒരു റൂട്ട്, ആ ഒരു സംഭരണി, ആ ഒരു വെള്ളം എത്തിക്കുന്ന സംവിധാനം ബീവി സുബൈദ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ, ഇന്നും അതിന്റെ ആ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന സിസ്റ്റം ഒന്നുമില്ല. ആ പഴയ കാലത്ത് നടത്തിയതിന്റെ അതിന്റെ ബാക്കി പത്രങ്ങൾ ഇന്നും നമുക്ക് തോയിഫിന്റെ ഭാഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് സ്വർണം കൊടുത്തിട്ടാണ് അങ്ങനെ മുഅ്മിനീകളാകുന്ന ഹജ്ജാജിമാരെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബീബി സുബൈദ റളിയല്ലാഹു അൻഹ തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്തിയത്. ആ പ്രിയപ്പെട്ട ബീബി സുബൈദ റളിയല്ലാഹു അൻഹ വിട പറയുന്നു. വിട പറഞ്ഞതിനു ശേഷം ചിലർ ബീവി സുബൈദ റളിയല്ലാഹു അൻഹയെ സ്വപ്നത്തിൽ കാണുന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് ചോദ്യം? ഫഖീല ലഹാ മാ ഫഅലല്ലാഹു ബികി, ഓ സുബൈദ ബീവി, എന്താണ് മരണശേഷം എന്താണ് അവസ്ഥ? ഏത് രൂപത്തിലാണ് പടച്ചറബിൽ നിന്ന്, ഏത് രൂപത്തിലാണ് പടച്ചറബ് പെരുമാറിയത്? ഫഖാലത്ത്, അപ്പോൾ ബീവി സുബൈദയുടെ മറുപടി, ഗഫറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് ദോഷങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, ഫഖീല ബിൽ ഐനി, അറിവ് കൊണ്ടാണോ? അതെ, ബാഗ്ദാദിൽ നിന്ന്, ഇറാഖിൽ നിന്ന് മക്കയിലെ അറഫയിലേക്ക് തോയിഫ് വഴി കടന്നു വരുന്ന, നീണ്ടു കിടക്കുന്ന, അതെ, വെള്ളം എത്തിക്കാനുള്ള അരുവിയുണ്ടല്ലോ, സംവിധാനമുണ്ടല്ലോ. ലക്ഷക്കണക്കിന് സ്വർണം ചെലവഴിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ, പണിയെടുപ്പിച്ച, സംവിധാനിച്ച ആ അരുവി കാരണമാണോ പടച്ച റബ്ബ് നിങ്ങൾക്ക് പൊറുത്തു തന്നത് എന്ന് സ്വപ്നം കണ്ട വ്യക്തി, അതേ, ബീവി സുബൈദ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ ബീവി സുബൈദയുടെ മറുപടി, ഇല്ല, അല്ല, അല്ല, വല്ലാഹി, അല്ല തന്നെയാണ് സത്യം, അലൈനു വമലൈനു, എന്തു അരുവി, എന്തു സംവിധാനം, ഇന്നമാ ബിറകഅതൈനി ഫീ ജൗഫിൽ ലൈലി കുന്തു ഉഹാഫിദു അലൈഹാ, പടച്ച റബ്ബ് എൻ്റെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തരാൻ, അതേ, കാരണമായ എൻ്റെ അമല്, രാത്രിയുടെ യാമങ്ങളിൽ കൃത്യമായി ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടായിരുന്നു. പടച്ച റബ്ബിനെ പേടിച്ചുടമയായ റബ്ബിന് വേണ്ടിയിട്ട് പാതിരാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി ഞാൻ തഹജ്ജുദ് പതിവാക്കിയിരുന്നു. ആ കാരണം കൊണ്ടാണ് അല്ലാഹു എൻ്റെ ദോഷങ്ങൾ പുറത്തു തന്നത്. ബീവി സുബൈദ റളിയല്ലാഹു അൻഹ മറുപടി നൽകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ, അമലുകളിൽ, കർമ്മങ്ങളിൽ നമുക്ക് നല്ല ഇഖ്ലാസ് വേണം. പൂർണ്ണ മനസാന്നിധ്യത്തോടെ, ഫീ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് നമ്മൾ ഇബാദത്തുകൾ ചെയ്യണം. ജനങ്ങൾ കാണാൻ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾ കാണാൻ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, ജനങ്ങൾ നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയാൻ സുഹൃതങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ എന്ന ഒരൊറ്റ നിയ്യത്തോടെയാണ് എന്ത് കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ട അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയായിരിക്കണം. ഒരു ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്നത്, കടപ്പാടുകൾ നിർവഹിക്കുന്നത് പടച്ച റബ്ബിന്റെ വജ്ഹിന് വേണ്ടിയായിരിക്കണം. നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും, അത് നാട്ടുകാർക്കാണെങ്കിലും, അയൽവാസികൾക്കാണെങ്കിലും, ബന്ധുമിത്രാദികൾക്കാണെങ്കിലും, പടച്ച റബ്ബിൽ നിന്ന് കൂലി കിട്ടണം എന്ന അല്ലാഹുവിന്റെ
പ്രീതി മാത്രം കാക്ഷിച്ചു ചെയ്യണം. എന്നാൽ നമ്മൾ ചെയ്ത നന്മക്ക് ജനങ്ങൾ കുറ്റം പറഞ്ഞാലും നമ്മൾ പലതും ചെയ്തു കൊടുത്തിട്ട് തിരിച്ച് ധിക്കാരത്തോടെയാണ് ജനങ്ങൾ ഇങ്ങോട്ട് പെരുമാറിയെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അല്ലാഹുവിന് കൂലി കിട്ടാൻ ചെയ്തതാണെങ്കിൽ അതൊക്കെ നാളെ ആഖിറത്തിൽ ഉപകരിക്കും കേട്ടോ. അതേ, ഞാൻ ഓർത്തുപോകുന്ന ഒരു മഹാൻ നിസ്കാരം കൃത്യമായി അവ്വല് വക്തിൽ ആദ്യത്തെ സഫിൽ ഇമാമിന്റെ തൊട്ട് പിറകിൽ സ്ഥിരമായി ജമാഅത്തിന് പങ്കെടുത്ത ഒരു മഹാനെ കാണുന്നില്ല. അപ്പൊ ആരോ ചോദിച്ചു, എന്താ നിങ്ങളിപ്പോ ജമാഅത്തിനൊന്നും കാണണില്ലല്ലോ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ നിസ്കാരം എനിക്ക് ഓർമ്മ വെച്ച മുതലുള്ള നിസ്കാരങ്ങളൊക്കെ ഞാൻ ഖളാ വീട്ടണ തിരക്കിലാണ്. നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടണല്ലോ, അത് വലിയ ഉത്തരവാദിത്തമാണല്ലോ. എന്തേ ഇപ്പൊ നിങ്ങൾ നിസ്കാരം എന്തേ നിസ്കാരങ്ങൾ ഖളാ വീട്ടണ്? ഒന്നാമത്തെ സഫിൽ വന്ന് കൃത്യമായി നിസ്കരിച്ച വ്യക്തിയല്ലേ, എന്തേ നിങ്ങൾ നിസ്കാരം ഖളാ വീട്ടണ് എന്ന് ചോദിച്ചപ്പോ ആ മഹാന്റെ മറുപടി, ഒരു ദിവസം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നപ്പോ ജമാഅത്ത് തുടങ്ങിയിരുന്നു. ഒന്നാമത്തെ സഫ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അവസാനത്തെ സഫിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിലേക്കൊരു ചിന്ത കടന്നു വന്നു. അയ്യയ്യേ, എല്ലാ ദിവസവും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ഞാൻ ഇന്ന് ബാക്കിലെ സഫിലായത് ആളുകൾ കണ്ടല്ലോ, ജനങ്ങൾ കണ്ടല്ലോ. എന്റെ ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത്രയും കാലം ഞാൻ നിസ്കരിച്ച എന്റെ നിസ്കാരങ്ങൾ മുഴുവനും ജനങ്ങൾക്കായല്ലോ, അതുകൊണ്ട് എന്റെ നിസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. ആ നിസ്കാരങ്ങൾ ഖളാ വീട്ടുന്ന തിരക്കിലാണ് ഞാനുള്ളത് എന്ന് ആ മഹാൻ മറുപടി പറയുമ്പോൾ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കാരത്തിന് ഇത്രയും വലിയ പവർ ഉള്ളത്. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്, വന്നാസുനിയാം, പടച്ച റബ്ബിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലേ ഈ അടിമ കിടപ്പറകളോട് രാജി പറഞ്ഞ് AC ഉണ്ടായിട്ടും ഫാൻ ഉണ്ടായിട്ടും സുഖങ്ങൾ ഉണ്ടായിട്ടും ഭാര്യ ഉണ്ടായിട്ടും കുട്ടികൾ ഉണ്ടായിട്ടും അതൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ച ഉടമയായ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്തെങ്കിലും മിനിമം, അതേ മാക്സിമം എത്രയും റക്അത്ത് നമുക്ക് തഹജ്ജുദായി നിസ്കരിക്കാമല്ലോ. രാത്രി ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. വലിയ പവറുള്ള നിസ്കാരമാ. ശഅബാനിൽ ശീലമാക്കിയാൽ റമദാനിൽ നമുക്കതിന്റെ ഫലം കൊയ്തെടുക്കാൻ കഴിയും. ഏതായാലും അത്താഴത്തിന് ഉണരണം. ആ അത്താഴത്തിന് ഉണരുമ്പോ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അതേ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കിയാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാമല്ലോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പലപ്പോഴും ഇബ്ലീസുൽ ലഈൻ ഞങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അല്ലാഹുവേ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നന്മയുടെ വഴിയിൽ കൃത്യതയോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു, മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 100 തവണയെങ്കിലും ആത്മാർത്ഥമായി തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്ന വ്യക്തിക്ക് തഹജ്ജുദ് ലഭിക്കുമെന്നുണ്ട്. അതുപോലെ തഹജ്ജുദ് കിട്ടാനുള്ള മറ്റൊരു കാരണത്തിൽപ്പെട്ടതാണ് രാത്രി ഇശ നിസ്കരിച്ചതിനു ശേഷം പിന്നെ ദുന്യവിയായ സംസാരങ്ങളിൽ അകപ്പെടാതിരിക്കുക എന്നത്. ഇൽമിയായ കാര്യങ്ങൾ ചെയ്യാൻ ഖുർആൻ ഓതാനൊന്നും പ്രശ്നമില്ല, പക്ഷെ ദുന്യവിയായ സംസാരങ്ങൾ ഇശ നിസ്കരിച്ചതിനു ശേഷം നിർത്തിവെക്കണം. ഇശ നിസ്കരിച്ചതിനു ശേഷം പിന്നെ ഈ നാട്ടുവർത്താനമാണ്. എന്നാൽ തഹജ്ജുദ് മിസ്സാകും. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും അങ്ങനെ ഇശക്ക് നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ലൈറ്റൊക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ മുഖം അങ്ങനെ പ്രകാശിക്കും അല്ലേ? നമ്മുടെ ഇന്നത്തെ സിസ്റ്റം അങ്ങനല്ലേ? ഇശക്ക് നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നിറങ്ങി ലൈറ്റൊക്കെ ഓഫ് ആക്കിയാൽ പിന്നെ കാണാം മുഖം അങ്ങനെ പ്രകാശിക്കണം. എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടോ എന്താ സംഭവം? അപ്പോഴാണ് നേരം വെളുത്ത് ഇതുവരെ വന്ന മെസ്സേജൊക്കെ പോകാൻ നോക്കണ തിരക്കല മൂപ്പര് മുഖം ഇങ്ങനെ പ്രകാശിക്കണേ. റഹ്മത്തിന്റെ മലക്കിറങ്ങിയതല്ല, അങ്ങനെയുള്ള വാട്സപ്പിൽ കുറെ അത് കണ്ട് ഇത് കണ്ട് കുറെ തമാശ കണ്ട് കോമഡിയൊക്കെ കണ്ട് പിന്നെ മൊബൈലൊരു ഭാഗത്തുണ്ടാവും, നമ്മൾ വേറെ ഭാഗത്തുണ്ടാവും, പിന്നെ തഹജ്ജുദ് ഉണ്ടാവും, ചിലപ്പോൾ സുബഹി ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ഉറക്ക് എങ്ങനെ പിന്നെ തഹജ്ജുദ് ഇട്ട? പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന് ശഅബാൻ മാസത്തിൽ അതിലുപരി റമളാൻ മാസത്തിൽ നിയന്ത്രണങ്ങൾ വേണം.
അള്ളാഹു നിയന്ത്രിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഒരു വുദു ഒന്ന് പുതുക്കുക. ഇഷാനെടുത്ത വുദുവിന് പുറമെ വുദു മുറിഞ്ഞിട്ടില്ലെങ്കിലും ശരി വുദു ഒന്ന് പുതുക്കുക. ഇനി വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഏതായാലും ഒരു വുദു ഒക്കെ എടുത്ത് അതും തഹജ്ജുദ് ലഭിക്കാൻ കാരണമാകും. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് വൃത്തിയോടെ ദിക്റുകളൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി അങ്ങ് കിടന്നാൽ ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് കിട്ടും. അള്ളാഹു ആ തഹജ്ജുദ് കിട്ടാൻ ആവശ്യമായി മഹത്തുക്കൾ പഠിപ്പിച്ച കാര്യങ്ങൾ പരിഗണിക്കാനും ആ തഹജ്ജുദ് നിലനിർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.